ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ റീസണിങ്ങിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ RPFൻ്റെ ക്ലാസ്സുകൾ നേരത്തെ നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫിഗർ കൗണ്ടിങ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. RPFനെ സംബന്ധിച്ച് നമുക്ക് റീസണിങ്ങിൻ്റെ ഷിഫ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ വെച്ച് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് ഫിഗർ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു പ്രാധാന്യത്തോടെ തന്നെ നമ്മൾ കാണേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഫിഗർ കൗണ്ടിങ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് RPF കോൺസ്റ്റബിളിൽ നേരത്തെ ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഫിഗർ വന്നിട്ട് ഇതിനകത്തുള്ള ട്രയാങ്കിൾ കൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ നമ്മളെങ്ങനെ ആയിരിക്കും, നോർമൽ രീതിയിലായിരിക്കും കൗണ്ട് ചെയ്യാൻ നോക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് എന്താണ്, ഒത്തിരിയും ടൈം പോവും, നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ ഇത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൗണ്ട് ചെയ്യുന്നതിന് കുറച്ച് ട്രിക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നോരോന്നായിട്ട് തന്നെ പറയാം. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ പിന്നീട് പറയുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഫിഗർ കൗണ്ടിങ് എന്ന് പറയുമ്പം അവിടെ ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ചോദിക്കും, റെക്റ്റാങ്കിൾ ചോദിക്കും, ചിലപ്പോൾ സർക്കിളും ചോദിക്കും. സർക്കിൾ വലിയ പ്രശ്നം വരത്തില്ല. പക്ഷേ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, സ്ക്വയർ ആണ് നമ്മൾ അല്ലാതെ മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ ഇത് മൂന്നും എങ്ങനെ കൗണ്ട് ചെയ്യാം, അത് എന്തെങ്കിലും ട്രിക്കുകളുണ്ടോ, അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധയോടെ ഇരിക്കുക. ആദ്യം നമ്മൾ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ദിശ അക്കാഡമി നമ്മൾ ദിശ ആപ്പ് വഴി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ദിശ ആപ്പ് വഴിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അങ്ങനെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുക. നമ്മൾ RPFൻ്റെ ക്ലാസ്സുകൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ആ ഒരു ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് താല്പര്യമുള്ള എല്ലാവരും ഉറപ്പായിട്ടും ദിശ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രയാങ്കിൾ കൗണ്ട് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത് ആദ്യം. അപ്പോൾ നോക്കി, ഇതിനകത്ത് ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദി ഫോളോയിങ് ഫിഗർ. ഇപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്നാണ്. ഇപ്പോൾ നമുക്ക് നോർമലി കൗണ്ട് ചെയ്യുന്നതിന് വലിയ പ്രശ്നമില്ല, വലിയ പാടുള്ള ഫിഗർ അല്ല. നോർമലി കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ 1 2 3 4 4 ഇതാണ്. പിന്നെ എങ്ങനെയൊക്കെ വരാം, എന്താണ്ട് ഇങ്ങനെ 5, എന്താണ്ട് ഇങ്ങനെ 6, ഓക്കെ ഇങ്ങനെ 7, ഇങ്ങനെ 8, ഇങ്ങനെ നമ്മൾ നോർമലി കൗണ്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെ നോർമലി കൗണ്ട് ചെയ്യാതെ തന്നെ 8 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. അല്ലാതെ എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചാൽ നമുക്ക് എക്സാമിന് ഒരു 4 സൈഡുള്ള ഷേപ്പ്, ഇപ്പോൾ സ്ക്വയറോ റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ കോഡിലാട്ടിലോ ഏത് കോഡിലാട്ടിലായാലും 4 സൈഡുള്ള ഒരു ഷേപ്പ് ഇങ്ങനെ തന്നിട്ട് അവരുടെ ഡയഗണൽസ് കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ, ശ്രദ്ധിക്കണം, ഡയഗണൽസ് കൂട്ടിമുട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൗണ്ട് ചെയ്യാനുള്ള വഴിയെന്ന് വെച്ച് നിങ്ങൾ അവിടെ ആ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ആ സെൻറ്ററിൽ നിന്ന് എത്ര ലൈനുകൾ പോയിട്ടുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഡയഗണൽസ് കൂട്ടിമുട്ടണം. അതിനൂടെ അഡീഷണൽ ലൈൻ വന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ ഡയഗണൽ എന്തായാലും മസ്റ്റായിട്ട് കൂട്ടിമുട്ടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിങ്ങനെ കൗണ്ട് ചെയ്താൽ 1 2 3 4 4 ഉണ്ടല്ലോ. ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 2, മനസ്സിലായി, ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 2. ഇപ്പോൾ ഇവിടെ 4 ആണ്. അപ്പോൾ 4 × 2 8. നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, കൗണ്ട് ചെയ്യാതെ തന്നെ ഈ ഒരു ലൈൻ കൗണ്ട് ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തായാലും ഡയഗണൽ കൂട്ടിമുട്ടുമ്പോൾ എന്തായാലും ഇവിടെ 4 ലൈൻ വരും, അപ്പോൾ 8 അല്ലേ എന്ന് ചോദിക്കും, എപ്പോഴും 8 അല്ലേ എന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെയല്ല, ഈ ഡയഗണൽ കൂട്ടിമുട്ടുന്നതിൻ്റെ കൂടെ എക്സ്ട്രാ ലൈൻ വന്നാലും, ഇപ്പോൾ ദാണ്ട് ഈ ഡയഗണൽ കൂട്ടിമുട്ടി അതിൻ്റെ കൂടെ ഏതാണ്ട് ഇങ്ങനെ ഒരു ലൈൻ വന്നാൽ അവിടെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ ഒരു രീതി ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താണ് ആൻസർ വരുന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഈ സെൻറ്റർ മാർക്ക് ചെയ്തു. ദെൻ 1 2 3 4 5 6. അപ്പോൾ ഇതിനകത്ത് ട്രയാങ്കിളിൻ്റെ എണ്ണം 6 × 2 12 വന്ന് വരും, മനസ്സിലായോ, 12 എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. ഇനി ഇവിടെ നിങ്ങൾ അല്ലാതെ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരു പടത്തിനകത്ത് ഇങ്ങനൊരു ലൈൻ വന്നു, ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ കിടപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ഈ സെൻറ്റർ എടുത്തിട്ട് ഇവിടെ 1 2 3 4 കൗണ്ട് ചെയ്തിട്ട് 4 × 2 8 എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഈ ഫിഗറിനകത്ത് ട്രയാങ്കിൾ ഉണ്ടോ? ഈ ഫിഗറിനകത്ത് ട്രയാങ്കിൾ ഇല്ല, 0 ആണ്, മനസ്സിലായോ. അപ്പോൾ ഇവിടെ എന്താണ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഡയഗണൽസ് 2 ഡയഗണലിലും വരണം. ഇപ്പോൾ ഒരു ഡയഗണൽ വന്നാലും പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഡയഗണൽ ഉണ്ടെങ്കിലും ഇവിടെ നമുക്ക് ആ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നോർമലി കൗണ്ട് എടുക്കാവുന്നതാണ്. ഇതൊരു ട്രയാങ്കിൾ, ഇതൊരു ട്രയാങ്കിൾ, അങ്ങനെ 2 വരും. ഓക്കെ, അപ്പോൾ അല്ലാതെ നിങ്ങൾ നോക്കേണ്ട കാര്യം 2 ഡയഗണലും കൂട്ടിമുട്ടണം, പ്ലസ് എത്ര ലൈൻ ഉണ്ടായാലും കുഴപ്പമില്ല, ഡയഗണൽസ് 2 കൂട്ടിമുട്ടണം എന്നുള്ളതാണ് കണ്ടീഷൻ. അതിൻ്റെ കൂടെ എത്ര ലൈൻ വന്നാലും നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ വരുന്ന സെൻറ്ററിൽ നിന്നുള്ള ലൈനുകൾ എണ്ണുക ഇൻറ്റു 2 ആണ് അവിടുത്തെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം. കാര്യം ക്ലിയർ, അവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസിൻ്റെ എണ്ണം എന്ന് പറയുന്ന ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, കാര്യം മനസ്സിലായോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിഗർ തരുന്നതെങ്കിലും, ഇങ്ങനെയാണ് നമുക്ക് ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ ചോദിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പക്ഷേ എന്താണ്, 2 പേരെ 3 സ്ക്വയേഴ്സിനെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഒരെണ്ണം ഉള്ളെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 4 വരും. ഇപ്പോൾ 4 × 2 8 ആണ്. പക്ഷേ 2 ചേർത്ത് വെക്കുമ്പോൾ അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത്, 2 ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ, 2 ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ
ഇതിനകത്ത് 4 എണ്ണം വരും, 4 × 2 8 വരും. അപ്പോൾ ഇവിടെ 8 ഇവിടെ 8 അങ്ങനെ 16 എണ്ണേ ഉള്ളോ? അല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് എണ്ണുമ്പോഴാണ് 8 8 വരുന്നത്. ഇവ രണ്ടും ചേർത്ത് വെക്കുന്ന കാരണം അഡീഷണൽ ആയിട്ട് 2 ട്രയാങ്കിൾ വരും. ആരൊക്കെയാണ്ട് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരത്തില്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരും, ഇതൊന്നേ. അത് കൂടാതെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരത്തില്ലേ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരത്തില്ലേ, 2. അങ്ങനെ 2 എണ്ണോട് അഡീഷണൽ വരും. അതായത് 18 എണ്ണം വരും. മനസ്സിലായി? 18 എണ്ണം. ഇങ്ങനെ 2 എണ്ണം ചേർത്ത് നോക്കുമ്പോൾ 18 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ ഈ അഡീഷണൽ ആയിട്ട് 2 എണ്ണം വരും എന്നുള്ള ആ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ പക്ഷേ നമുക്ക് എപ്പോഴും അങ്ങനെ ഇപ്പോൾ 3 എണ്ണം വരുമ്പോൾ അങ്ങനെ നോക്കി എടുക്കാൻ പാടല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ അറിയണ്ടേ, ഈ 2 പേരെ കൂട്ടിച്ചേർ 2 അല്ലെങ്കിൽ 3 4 പേരെയൊക്കെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെങ്കിൽ ആ അവർക്കിടയിലുള്ള ലൈനിനെയും 1 എന്ന് പറഞ്ഞാണ്. അതായത് ഈ ലൈനില്ലേ, ഇത് 1 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക, 1 എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നോക്കും, ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് നോക്കിയേ. ഇവിടെ 1 2 3 4, ഇത് 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5 6 7 8 9 വരത്തില്ലേ. അപ്പോൾ 9 × 2 18 ഡയറക്റ്റ് ആൻസർ കിട്ടത്തില്ലേ, 18 ട്രയാങ്കിൾ ഡയറക്റ്റ് കിട്ടത്തില്ലേ. കാര്യം മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഇവിടെ ചെയ്താൽ പോരാ, അല്ലാതെ 2 എണ്ണം ചേർത്ത് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും അടുത്ത 2 എണ്ണം ചേർത്ത് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആ രീതിയിലൊന്ന് ചെയ്ത് നോക്കി. ഇപ്പോൾ ഇവിടെ ആ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 ഇത് 5 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക, 5 6 7 8 9. ദെൻ ഇതെന്ത് ചെയ്യുക, 10 എന്ന് പറഞ്ഞ് കൗണ്ട് ചെയ്യുക, 10 11 12 13 14. അപ്പോൾ എന്ത് വരും, 14 × 2 28 ആണ് ഫൈനൽ ആൻസർ വരുന്നത്. 28 ട്രയാങ്കിൾ ഉണ്ട്. അല്ലാതെ ഇവിടെ ഈ 28 എണ്ണം നോർമലി കൗണ്ട് ചെയ്യാൻ നിന്നാൽ പാടല്ലേ. 28 എണ്ണം നോർമലി കൗണ്ട് ചെയ്യാതെ എടുക്കാൻ പറ്റും, പക്ഷേ ടൈം അവിടെ എന്താവും, നമുക്ക് നഷ്ടമാവും. അപ്പോൾ അത് ചെയ്യാൻ നിൽക്കരുത്. ഈ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 28 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി ഞാൻ ആദ്യം കാണിച്ച ക്വസ്റ്റിനിലേക്ക് വരികയാണ്, പ്രീവിയസ് ക്വസ്റ്റിനിലേക്ക് വരികയാണ്. RPFൻ്റെ കോൺസ്റ്റബിളിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫിഗർ കാണുമ്പോൾ ഇത് നമ്മൾ പഠിച്ച രീതിയിലല്ലല്ലോ എന്ന് തോന്നാം. പക്ഷേ എങ്ങനെ ചെയ്യാം, നമ്മൾ പഠിച്ച രീതിയിലല്ല. ഏതാണ്ട് നമ്മളെ പഠിച്ച സ്ക്വയർ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്നല്ല ഉള്ളത്. ഏതാണ്ട് ഈ സ്ക്വയർ ഇങ്ങനെ ഇവിടെ ഡയഗണൽസ് കൂട്ടിമുട്ടിയിരിക്കുകയല്ലേ. ഏതാണ്ട് ഈ സ്ക്വയർ തന്നെ ചരിഞ്ഞ് കിടക്കുന്നല്ല ഉള്ളൂ. ഇവിടെ ഡയഗണൽസ് കൂട്ടിമുട്ടിയിരിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഡയഗണൽസ് കൂട്ടിമുട്ടിയിരിക്കുകയല്ലേ. ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ചൂടെ. അപ്പോൾ ആ ട്രിക്ക് ഉപയോഗിച്ചാൽ 1 2 3 4 എത്രയായി, 4 × 2 8 ട്രയാങ്കിൾ ആയി. പ്ലസ് ഇനി നോക്കിയേ, വെളിയിൽ താണ്ട് ഇങ്ങനെ ട്രയാങ്കിൾ 1 2 3 4 4 എണ്ണം വരുമല്ലോ. അപ്പോൾ 8ഉം 4. നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഇത് സെപ്പറേറ്റഡ് ആയിട്ടാണ് എണ്ണുന്നത്. ഈ ഒരു ഫിഗറിനെ സെപ്പറേറ്റ് എണ്ണി, തന്നെ വാളിൽ കിടക്കുന്ന ട്രയാങ്കിൾ 4 എണ്ണം എണ്ണി. ഇത് നിങ്ങൾ നോക്കേണ്ടത് ഈ ട്രയാങ്കിൾ ഇതിനകത്തോട്ട് വെക്കുന്ന കാരണം അഡീഷണൽ ആയിട്ട് ഇവർ കൂടിച്ചേരുന്ന കാരണം വേറെ ട്രയാങ്കിൾസ് വല്ലതും ഫോം ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് നിങ്ങൾ പേടിക്കേണ്ട. അപ്പോൾ 8ഉം ഈ 4 ആയപ്പോൾ എത്രയായി, 12 എന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ വരുന്നത്. 12 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഈ രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് പടം കാണുമ്പോൾ, ഫിഗർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് പഠിച്ച രീതിയാണെന്നുള്ള ഓർമ്മ വരില്ല. പക്ഷേ നിങ്ങളത് ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ ഫിഗറും എല്ലാം അതുപോലെ കൗണ്ട് ചെയ്യാനുള്ള ട്രിക്ക് ഇല്ല. എല്ലാ ഫിഗറും കൗണ്ട് ചെയ്യാൻ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ ചില ക്വസ്റ്റ്യൻ വരുമ്പോൾ പാടാണെങ്കിൽ നമ്മളവിടെ നോർമൽ കൗണ്ടിങ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ പഠിച്ച രീതിയിൽ ഇങ്ങനെ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ക്വസ്റ്റ്യനെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഇങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇനി അടുത്ത വേറെ രീതിയിൽ ഫിഗർ വന്നാൽ എണ്ണുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളിനകത്തോ സ്ക്വയറിനകത്തോ ഡയഗണൽ വരുന്ന രീതിയിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം പറയാൻ പോകുന്നത്, ഒരു ട്രയാങ്കിളിനകത്ത് തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഒരു ബേസിലേക്ക് ഒരു ലൈൻ വരച്ചാൽ അവിടെ വരുന്ന ട്രയാങ്കിളിൻ്റെ എണ്ണം. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് നോർമലി കൗണ്ട് ചെയ്ത് പറയാം, 1 ഇത് 2, ഇനി വലിയ ട്രയാങ്കിൾ 3. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ 2 ലൈനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ 2 ലൈനൊക്കെ വന്നാൽ അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ കൗണ്ട് ചെയ്യും? അവിടെ കൗണ്ട് ചെയ്തിട്ട് സമയം എടുക്കത്തില്ല. അപ്പോൾ ഇവിടെ കൗണ്ട് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇതാണ്, ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഒരു ബേസിലേക്ക് ഒരു ലൈൻ വന്നാൽ അവിടെ കൗണ്ട് ചെയ്യാനുള്ള ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഇങ്ങനെ നമ്പർ ചെയ്യുക, 1 2 എന്ന് നമ്പർ ചെയ്യുക, എന്നിട്ട് അതെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. അത് നമ്പർ ചെയ്യുക, ആഡ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ 1 2 3 എന്ന് വരും. 1 + 2 + 3 എത്ര വരും, 6 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ ആൻസർ വരും. അപ്പോൾ അവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ നിൽക്കേണ്ട. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനകത്തിന് എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് 1 2 എന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയായി, 3 ആയി. ഇത് നമ്മൾ ഇത് തലതിരിഞ്ഞ് കിടക്കുന്നതല്ല ഉള്ളൂ, ഇതേ രീതിയിൽ തന്നെ അല്ലേ. ഇപ്പോൾ ഇവിടെ അതേ രീതിയിൽ തന്നെ ഉപയോഗിക്കാം. 1 + 2 എത്ര ആവും, 3. ഇനി ഈ 3 3 ആഡ് ചെയ്താൽ പോരെ, 6. ഇനി ഇവർ ചേരുന്ന കാരണം അഡീഷണൽ ട്രയാങ്കിൾ വരുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതിനെപ്പറ്റി ബോധറാവണ്ട. 3 + 3 ഓപ്ഷൻ സി 6 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഒരു കോർണറിൽ നിന്നും അടുത്തൊരു ബേസിലേക്ക് ലൈൻ വന്നാൽ ഇങ്ങനെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ഓക്കെ,
അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പഠിച്ച ആ ഒരു ട്രിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? അപ്പോൾ ഇവിടെ നോക്കുക, കണ്ട ഇവിടെ ഒരു കോർണറിൽ നിന്ന് ബേസിലേക്കല്ലേ. അപ്പോൾ ഞാൻ ആദ്യം ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത്ര ഒരു ഫിഗർ എടുത്താൽ അവിടെ എത്ര എണ്ണം വരും? ഇവിടെ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 1 + 2 + 3 + 4 എത്രയാണ്? 10 എന്ന് കിട്ടും. ഓക്കെ, അതേപോലെ തന്നെ ഇങ്ങനെ എടുത്താലും വരത്തില്ലേ? ഇങ്ങനെ എടുത്താലും അവിടെ 1 2 3 4 അല്ലേ. അപ്പോൾ അവിടെ എത്ര ട്രയാങ്കിൾ വരും? 10 ട്രയാങ്കിൾ വരും. ഇവിടെ ഇനി ഫുൾ ട്രയാങ്കിൾ എടുത്താലും അവിടെ 1 2 3 4 എന്ന് കൗണ്ട് ചെയ്താൽ അവിടെയും 10 എണ്ണം വരില്ലേ? ഇതെല്ലാം ആഡ് ചെയ്താൽ പോരെ? ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ 30 എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ഫൈനൽ ആൻസർ വരും. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ ഇതല്ലാതെ നമ്മൾ നോർമലി കൗണ്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ടൈം ഫുൾ എടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ഇങ്ങനെ നമ്പർ ചെയ്യുക, അത് ആഡ് ചെയ്യുന്നതാണ് അവിടെ വരുന്നത്. ദെൻ അതേപോലെ തന്നെയല്ല താഴേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 10 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് 10 × 3 മൂന്ന് രീതിയിലുണ്ടല്ലോ. അപ്പോൾ 10 × 3 ഡയറക്റ്റ് 13 എടുക്കാം. അല്ലാതെ വീണ്ടും ഇവിടെ ആഡ് ചെയ്തെടുക്കണമെന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ എല്ലായിടത്തും ഈ ലൈൻ ക്ലോസ്ഡ് ആണോ ശ്രദ്ധിക്കണം. ഓക്കെ, ചിലപ്പോൾ അവർ ക്ലോസ്ഡ് അല്ലാത്ത രീതിയിൽ തരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ ഫുള്ള് തരും, ഇവിടെ ഫുൾ ആക്കത്തില്ല. മനസ്സിലായി? ഇവിടെ ഫുൾ ആക്കാതെ തരാം. അപ്പോൾ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെ എല്ലായിടത്തും ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് തന്നെ ഉപയോഗിച്ച് 30 എന്നുള്ള ആൻസറിലേക്ക് പെട്ടെന്ന് എത്താം. ഓക്കെ, അടുത്ത നമ്മൾ സ്ക്വയർ കൗണ്ട് ചെയ്യുന്നതിനുള്ള ട്രിക്കാണ് പറയുന്നത്. സ്ക്വയർ കൗണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ് പറയുന്നത്. അപ്പോൾ ഇതും RPFൻ്റെ എസ് ഐക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫിഗറിനകത്ത് സ്ക്വയർ കൗണ്ട് ചെയ്യാൻ. അപ്പോൾ സ്ക്വയർ കൗണ്ട് ചെയ്യാനും ഒരു ട്രിക്കുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് സ്ക്വയർ കൗണ്ട് ചെയ്യാൻ ചോദിക്കുമ്പോൾ ഒരു ബോക്സ് ടൈപ്പ് രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ബോക്സിനകത്ത് റോയും കോളോ നമ്പർ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റോ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 എന്ന് വരും. താഴോട്ട് നമ്പർ ചെയ്യുക 1 2 3 എന്ന് വരും. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ റോയിൽ അവസാനം വന്ന നമ്പർ, കോളത്തിൽ അവസാനം വന്ന നമ്പർ, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 4 × 3 12 എന്ന് വരും. ഓക്കെ, ഈ 12 അല്ല ഫൈനൽ ആൻസർ. എന്നിട്ട് ചെയ്യേണ്ടത്, വീണ്ടും ഇവരെ കാട്ടിൽ 1 കുറവുള്ള നമ്പേഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം എഴുതിയ 4 ഇല്ലേ, 4നെ കാട്ടിൽ 1 കുറവുള്ള നമ്പർ 3 × ഇവിടെ 1 കുറച്ചെടുക്കുക 2. ഓക്കെ, അതെത്ര വരും? 6 വരും. വീണ്ടും 1 കുറച്ചെടുക്കുക. അപ്പോൾ ഇവിടെ എത്ര വരും? 2. ഇവിടെ എത്ര വരും? 1. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2. ഇനി നമ്മളൊരു 1 കുറച്ചെടുത്താൽ ഇവിടെ 1 ആവും, ഇവിടെ 0 ആവും. അപ്പോൾ അതെടുക്കേണ്ട കാര്യമുണ്ട്. 0 അല്ല വരൂ. ഇപ്പം ഇങ്ങനെ വരുന്നത്, അതായത് ഏതെങ്കിലും ഒരു നമ്പർ 1 ആവുന്ന വരെ ചെയ്യാം. കാര്യം ക്ലിയർ ആയോ? ഏതെങ്കിലും ഒരു നമ്പർ ആദ്യം നമ്മൾ നമ്പർ ചെയ്തു, എന്നിട്ട് ആ അറ്റത്തുള്ളവരെ, അതായത് മാക്സിമം വരുന്ന നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദെൻ താഴോട്ട് അവരെക്കാട്ടിൽ 1 കുറവുള്ള നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്ത് പോവുക. ഏതെങ്കിലും ഒരു നമ്പർ 1 ആകുന്നവരെ, അത് ഇതോ അല്ലെങ്കിൽ ഇതോ, ഏതെങ്കിലും ഒരു നമ്പർ 1 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അടുത്തെടുത്താൽ 0 ആയി പോകും. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്താൽ 0 അല്ല വരും. അപ്പോൾ അവിടെ നമ്പർ ഒന്നും കിട്ടത്തില്ല. ഇവിടെ വരുന്ന നമ്പേഴ്സിനെ എല്ലാവരും എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. കാര്യം മനസ്സിലാവും? ഇവിടെ എല്ലാവരും ആഡ് ചെയ്താൽ 20 എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഒന്നുകൂടെ പറയാം, സ്ക്വയർ കൗണ്ട് ചെയ്യാനുള്ള ട്രിക്കാണ്. റോയും കോളം നമ്പർ ചെയ്യുന്നു, ലാസ്റ്റ് വന്ന നമ്പേഴ്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അവരെക്കാട്ടിൽ 1 കുറവുള്ള നമ്പറുകൾ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അല്ലാതെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ സ്ക്വയറുകളുടെ എണ്ണം. ഓക്കെ, അപ്പോൾ തെറ്റാതെ കറക്റ്റായിട്ട് ചെയ്യുക. 20 എന്നുള്ള വരും ഫൈനൽ ആൻസർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ക്വസ്റ്റ്യനും അതേ രീതിയിൽ തന്നെ ചെയ്യാം. പക്ഷേ ഇവിടെ എന്താണ്, നിങ്ങൾ നോക്കുമ്പം ഇവിടെ ഒരു സ്ക്വയർ, ഇവിടെ ഇങ്ങനെ 2 സ്ക്വയറുകൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ 2 സ്ക്വയറുകൾ ഇല്ല എന്നങ്ങ് വിചാരിക്കുക. ഈ 2 സ്ക്വയറുകൾ ഇല്ല എങ്കിൽ നമ്മൾ ബോക്സ്, ഇപ്പോൾ നമ്മൾ പഠിച്ച രീതിയിൽ ഒരു ബോക്സ് ടൈപ്പ് രീതിയിലാണല്ലോ. ഈ 2 സ്ക്വയറുകൾ ഇല്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വരും? ഓക്കെ, പടം ഇങ്ങനെ വരുമല്ലോ. ആ 2 സ്ക്വയറുകൾ ഇല്ല എങ്കിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നമ്പർ ചെയ്യാമല്ലോ. 1 2 3 താഴോട്ട് ചെയ്താൽ 1 2 3. ഇപ്പോൾ ലാസ്റ്റ് വന്നത് 3 3 ആണ്. അപ്പോൾ എങ്ങനെ വരും? 3 × 3 ദെൻ 2 × 2 1 × 1. അടുത്ത് എടുക്കേണ്ട 1 ആയി. ഇപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പോൾ എത്ര വരും? 9 4 1. ഓക്കെ, 9 4 1 14 വരുമല്ലോ. ആഡ് ചെയ്യുമ്പോൾ 14 വരും. എന്നിട്ട് എന്ത് ചെയ്യുക? 14 കിട്ടി. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ വന്ന ഈ സ്ക്വയറുകളെയും കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വലിയ സ്ക്വയർ ഇതാണ്ട്, ഇതൊരു സ്ക്വയർ, ഇതൊരു സ്ക്വയർ. അപ്പോൾ 2 സ്ക്വയർ ആയ, അതായത് 14 + 2 പ്ലസ്, ഇനി ഈ സ്ക്വയറുകളുടെ വന്നത് കാരണം നോക്കി ഏതാണ്ട് ഇവിടെ ഒരു സ്ക്വയർ വരത്തില്ലേ? 1 2 3 4, അങ്ങനെ 4 സ്ക്വയറുകൾ വരത്തില്ലേ? ഈ 4 കൂടാതെ ഇവിടെ അതേപോലെ 4 എണ്ണം വരത്തില്ലേ? അപ്പോൾ ആ 4 കൂട്ടുമ്പോൾ ടോട്ടലി ഇപ്പോൾ എത്ര സ്ക്വയർ ആവും? 24 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. കാര്യം ക്ലിയർ ആയ, നമ്മൾ ആദ്യം ഈ 2 സ്ക്വയറുകൾ ഇല്ല എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തു. അപ്പോൾ 14 സ്ക്വയർ ഉണ്ട്. ദെൻ ഇവർ വന്നാൽ ഈ വലിയ സ്ക്വയറുകളെ അങ്ങ് എടുത്തു. 1 2 വലിയ സ്ക്വയറുകൾ 2 എണ്ണം ഉണ്ട്. ദെൻ ഇവരോട് പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത് എങ്ങനെയാണ്? ആ ലൈന് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ എന്ത് വരും? 4 സ്ക്വയറോട് അഡീഷണൽ വരും. അങ്ങനെ ഇതിനകത്ത് എന്തുണ്ട്? 4 സ്ക്വയർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 24 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരും. ക്ലിയർ ആയ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ നമുക്ക് ആ ഒരു
പാർട്ട് ഇല്ല എന്ന് വിചാരിച്ചെടുത്തിട്ട് എന്ത് ചെയ്യാം, പിന്നെ അത് വരുമ്പോൾ ഉള്ളത് അഡീഷണൽ ആയിട്ട് കൗണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി റെക്റ്റാങ്കിൾസ് കൗണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെക്റ്റാങ്കിൾ കൗണ്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ റെക്റ്റാങ്കിൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ പറയുന്ന ട്രിക്ക് എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിനകത്ത് ഇൻക്ലൂഡിങ് സ്ക്വയർ ആണ്. മനസ്സിലായോ? ഈ സ്ക്വയറുകളെയും റെക്റ്റാങ്കിളായിട്ട് തന്നെ പരിഗണിച്ചെടുത്ത് കണ്ടുപിടിക്കുന്ന ട്രിക്കാണ് പറയുന്നത്. ഓക്കെ, അതായത് ഈ സ്ക്വയറും എന്താണ് റെക്റ്റാങ്കിളായിട്ട് തന്നെ കൗണ്ട് ചെയ്യും. ആ രീതിയിലുള്ള ട്രിക്കാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടെയും നേരത്തെ ചെയ്ത പോലെ റെക്റ്റാങ്കിൾ കൗണ്ട് ചെയ്യാനും റോയും കോളം നമ്പർ ചെയ്യുക, ഇങ്ങനെ നമ്പർ ചെയ്യുക. എന്നിട്ട് നേരത്തെ സ്ക്വയറിന് ചെയ്ത പോലെ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമല്ല, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇതെല്ലാം ഈ റോയിലുള്ളവരെല്ലാം കൂടെ ആഡ് ചെയ്താൽ എത്ര വരും? 1 + 2 + 3 + 4 10 വരുമല്ലോ. ഈ കോളത്തിലുള്ളവരോട് ആഡ് ചെയ്യുക 1 + 2 + 3 6 വരുമല്ലോ. ഈ കിട്ടുന്ന ഇവിടെ ആഡ് ചെയ്ത കിട്ടുന്ന ആൻസറുകളെ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ഫൈനൽ ആൻസർ. വേറെ ഒന്നും ചെയ്യണ്ട. ഇനി ഇവിടെ ഒന്ന് കുറച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യണ്ട. ഇവിടെ ഫൈനലി ഏത് നമ്പർ വന്നോ അവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫൈനൽ ആൻസർ ആയിട്ടും വരുന്നത്. ഓപ്ഷൻ എ 60 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ ആയിട്ടും വരുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ കൗണ്ട് ചെയ്യാനുള്ള ട്രിക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്പർ ചെയ്യുക, ആ നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. അപ്പോൾ റോ ആഡ് ചെയ്യുന്നൊരു നമ്പർ കിട്ടും, കോളം ആഡ് ചെയ്യുന്നൊരു നമ്പർ കിട്ടും. അവരെ തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഫൈനൽ ആൻസർ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ദിശ അക്കാഡമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്, ഡൗൺലോഡ് ചെയ്യുക, ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.